അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സദറുൽ ഇസ്ലാമിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ആദ്യം നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? സദറുൽ ഇസ്ലാമിന്റെ ഹയാത്തുൽ ഇജ്തിമായി എങ്ങനെയായിരുന്നു, അവിടുത്തെ ഹയാത്തുൽ അദബി എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറഞ്ഞു പോന്നു. അതുപോലെ തന്നെ അവിടുത്തെ സാമ്പത്തികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടുള്ള എല്ലാ നിലക്കും, സാഹിത്യപരമായിട്ട് എല്ലാ നിലക്കും വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള, നമുക്കാണെങ്കിൽ നൊക്തത്തു തഹവുൽ, ഒരു ടേണിംഗ് പോയിന്റ് ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ കുറിച്ചിട്ടും റസൂലിന്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി അതുപോലെ തന്നെ റസൂലിന് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ടിട്ട് അവിടെ സാമ്പത്തികവും രാഷ്ട്രീയ എല്ലാ മേഖലയിലും സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ആളുകളാണ് അൽ ഖുലഫ ഉർ റാഷിദൂൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും ആരൊക്കെയാണ് ഖുലഫ ഉർ റാഷിദൂൻ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ടിട്ടും ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ദെൻ ഉമർ ഇബ്നുൽ ഖത്താബ്, ദെൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ദെൻ അലി ഇബ്നു അബി ത്വാലിബ്. ഈ 4 ഖലീഫമാരാണ് ഖുലഫ ഉർ റാഷിദൂൻ എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇവരെ ഖലീഫ അഥവാ പിൻഗാമി എന്നുള്ള പേരിൽ ഇവരെ വിളിക്കാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇസ്ലാമിക ഭരണം, നബിക്ക് ശേഷം ഇസ്ലാമിക രാജ്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഭരിച്ചിരുന്നവരായിരുന്നു ഇവർ 4 പേരും. അപ്പൊ ഈ 4 ഖലീഫമാര് ആണ് നമുക്ക് ഇവിടെ ഖുലഫ ഉർ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ഈ ഭരണ കാലഘട്ടം ഫത്രത്തുൽ ഖിലാഫ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോരുത്തരുടെയും ഖിലാഫത്തിന്റെ കാലഘട്ടമാണ് കൊടുത്തത്. അവരുടെ ജനന മരണം അല്ല കേട്ടോ ആ കൊടുത്തിട്ടുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 632 ക്രിസ്താബ്ദം 632, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന ആ വർഷം മുതൽ 634 വരേക്കുമാണ് ഭരിച്ചിട്ടുള്ളത്. അപ്പൊ എത്ര വർഷമാണ്? 2 വർഷമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 2 വർഷവും 3 മാസവുമാണ് അദ്ദേഹം ഖിലാഫത്ത് നടത്തിയിട്ടുള്ളത്. അതിനുശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം വളരെയധികം വീരശൂര പരാക്രമി എന്നൊക്കെ പറയാം. അത്രയധികം ധൈര്യവാനായിട്ടുള്ള ഒരാളായിരുന്നു. നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടം വരുന്നത് 634 മുതൽ 644 വരേക്കും, അതായത് 10 വർഷത്തോളമാണ് അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 644 മുതൽ 656 വരെ, അതായത് ഏകദേശം 12 വർഷത്തോളം ഖലീഫമാരുടെ 4 ഖുലഫ ഉർ റഷീദീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം ഭരണം നിർവഹിച്ചിട്ടുള്ളത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. 12 വർഷക്കാലമാണ് അദ്ദേഹം ഖിലാഫത്ത് നടത്തിയിട്ടുള്ളത്. അതിനുശേഷം അലി ഇബ്നു അബി ത്വാലിബ് ആണ് വന്നത്. അദ്ദേഹം 656 മുതൽ 661 വരെ, കുറഞ്ഞ കാലഘട്ടം മാത്രമാണ് അലി റളിയല്ലാഹു അൻഹു. പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ വരികയൊക്കെ ചെയ്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തോട് കൂടിയിട്ട് അദ്ദൗലത്തുൽ ഉമവിയ അല്ലെങ്കിൽ അമവി അല്ലെങ്കിൽ ഉമവി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഭരണകൂടമാണ് പിന്നീട് ഭരണം നടത്തിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആ കാലഘട്ടങ്ങളിലൂടെ ഒക്കെ പോവാം. അതുപോലെ തന്നെ ഇത്തഖദ അൽ ഖുലഫ ഉസ്സലാസത്തിൽ ഊല, ആദ്യം പറഞ്ഞിട്ടുള്ള 3 ഖലീഫമാർ അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും, ഈ 3 പേരും അൽ മദീനത്തിൽ മുനവ്വറ ആസിമത്തൻ ലഹും, അവരെന്താണ്, മദീനയാണ് അവരുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ തലസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തത് മദീനയെയാണ്. അതേസമയം ഇത്തഖദ അലി റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്തത് അൽ കൂഫ ബിൽ ഇറാഖ് ആസിമത്തൻ ലഹു, ഇറാഖിലെ കൂഫയാണ് അലി റളിയല്ലാഹു അൻഹു തന്റെ തലസ്ഥാന നഗരിയായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഭരണത്തിന്. ഓക്കെ, ആ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ ഇതിൽ നിന്ന് തന്നെ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഈ ഖലീഫമാരൊക്കെ മരണപ്പെടുന്നത് അവരുടെ ആസിമത്ത് എവിടെയായിരുന്നു അവിടെ വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ ആദ്യത്തെ 3 ഖലഫാക്കളും എന്താണ്, മദീനയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. അലി റളിയല്ലാഹു അൻഹു കൂഫയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കണ, PSC ചോദിച്ച് കണ്ടിട്ടുള്ള പോയിന്റ്സുകൾ തന്നെയാണ്, ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അവലുൽ ഖുലഫ ഉർ റാഷിദൂൻ, ഖുലഫ റാഷിദീങ്ങളിൽ ആദ്യത്തെ ആളാണ്. ഹു അബ്ദുല്ലാഹിബ്നു ഉസ്മാൻ അൽ ഖർഷി, അബ്ദുല്ലാഹിബ്നു ഉസ്മാൻ അൽ ഖർഷി എന്ന പേരാണ്. പക്ഷെ അദ്ദേഹം അബൂബക്കർ അസ്-സിദ്ദീഖ് എന്ന് പറയുന്ന പേരിലാണ് ഫേമസ് ആയിട്ടുള്ളത്. ഖർഷി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഖുറൈഷ് ഗോത്രത്തിൽപ്പെട്ട ആളുകളെ ഖർഷി എന്ന് ചേർത്തിട്ടാണ് പറയാറുള്ളത്. ഉലിദ ബഅദ മൗലിദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസനതൈൻ, റസൂൽ ജനിച്ചതിന്റെ 2 വർഷത്തിന് ശേഷമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഏറ്റവും ഉറ്റ ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. അപ്പൊ റസൂല് ജനിച്ചിട്ട് 2 വർഷത്തിന് ശേഷമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ഉലിദ ഫി മക്ക, അദ്ദേഹം മക്കയിലാണ് ജനിക്കുന്നത്. വതൂഫിയ ഫി മദീന, മദീനയിലാണ് മരണപ്പെടുന്നത് ക്രിസ്താബ്ദം 643, അതായത് ഹിജ്റ 13-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അൽഖാബുഹു, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് ലഖബുകൾ, വിളിപ്പേരുകളുണ്ട്. ഒന്നെന്താ നമുക്കറിയാം, അസുദ്ദീഖ് അല്ലെ, അസുദ്ദീഖ് സത്യപ്പെടുത്തുന്നവൻ എന്ന അർത്ഥത്തിലുള്ളതാണ്. ഈ പേര് അദ്ദേഹത്തെ വിളിച്ചത് ആരാണ്? ലുഖിബ ബിഹി റസൂൽ, റസൂലാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ബാദ ഹാദിസത്തി അൽ ഇസ്രാ വൽ മിഅറാജ്, ഇസ്രാ മിഅറാജ് സംഭവം നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതിലുണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇസ്രാ മിഅറാജ് സംഭവം. അതായത് ഒരു റിഹ്ല സമാവിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി എവിടെയാണ്, മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എന്താണ്, റിഹ്ല സമാവിയ, ആകാശത്തിലൂടെ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിന്റെ കൂടെ അവിടെ പോയി തിരിച്ച് രാവിലെ ആയപ്പോഴത്തേക്കും മക്കയിലെത്തി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി. പക്ഷെ അത് പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ല. കാരണം ബൈത്തുൽ മുഖദ്ദസിലേക്കൊക്കെ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടാണ്, ഒരുപാട് ദിവസങ്ങൾ സഞ്ചരിച്ചിട്ടാണ് എത്താൻ സാധിക്കുന്നത്. പക്ഷെ അവിടെ ഒരു രാത്രി കൊണ്ട് പോയി വന്നു എന്ന് പറഞ്ഞിട്ട് ആരും അത് വിശ്വസിച്ചില്ല. പക്ഷെ അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ഒരു വാർത്ത കേട്ടപ്പോൾ, മുഹമ്മദ് ആണോ പറഞ്ഞത്, ഞാനത് എന്താണ് അത് അപ്പടി വിശ്വസിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറയുന്നത് അത് അപ്പടി അദ്ദേഹം വിശ്വസിക്കായിരുന്നു. കാരണം നബി അത്രയ്ക്കും എന്തായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു. അവര് ഒറ്റ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ല എന്നൊക്കെ തീർച്ചയായിട്ടും വിശ്വാസമുള്ള ഒരാളായിരുന്നു. അപ്പൊ ഇദ്ദേഹം അത് ആ ഹാദിസത്ത് ഇസ്രാ വൽ മിഅറാജ് അപ്പടി വിശ്വസിച്ചതോടുകൂടി ഇദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച പേരാണ് അസുദ്ദീഖ് എന്നുള്ള പേര്. ദെൻ മറ്റൊരു വിളിപ്പേരാണ് അത്തീഖ്. അത്തീഖ് എന്ന് പറഞ്ഞാൽ മോചിക്കപ്പെട്ടവൻ എന്നൊക്കെയുള്ള ഒരു അർത്ഥം. അത്ലഖ അലൈഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ തന്നെയാണ് ഇദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത്. റസൂല് പറഞ്ഞു, അബ്ഷിർ, നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്, ഫഅൻത അതീഖുല്ലാഹ് മിനന്നാർ, അള്ളാഹ് നിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നരകത്തിൽ നിന്നും മോചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാരണം അദ്ദേഹത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അത്തീഖ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാറുണ്ട്. ദെൻ അസ്സാഹിബ്, ലഖബുൻ ദക്കറ ഫിൽ ഖുർആനിൽ കരീം, ഖുർആനില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം, മക്കയില് നബിക്ക് എന്താണ്, ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടായ സമയത്ത് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന സമയത്ത് നബിയുടെ കൂടെ ഉണ്ടായിരുന്നത് ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലായിരുന്നോ? അപ്പോൾ അവര് ഇങ്ങനെ യാത്ര പോകുന്ന സമയത്ത് മക്കയിലെ ജബലു സൗർ എന്ന് പറയുന്ന വലിയൊരു പർവ്വതമുണ്ട്. ആ ഒരു പർവ്വതത്തിലെ ഗുഹയിൽ അവരെന്താണ്, ശത്രുക്കളെ പേടിച്ചിട്ട് ഒളിച്ചു നിൽക്കുന്ന സംഭവമൊക്കെ ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. ആ സമയത്ത് ഖുർആനിൽ പറയുന്നുണ്ട് നബിയുടെ കൂടെയുള്ള സ്വാഹിബ്, അതായത് ആ ഒരു ഫ്രണ്ട് എന്നുള്ള അർത്ഥത്തിൽ ആണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ അൽ അത്ഖ, അതും ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. വസൈജന്നബുഹൽ അത്ഖ, ആ ഒരു തഖ്വയുള്ളവർ അതിൽ നിന്ന് അകറ്റപ്പെട്ടിട്ടുണ്ട്. അല്ലദീ യുതി മാലഹു യതസക്ക, തന്റെ ധനമൊക്കെ കൊടുത്തിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുള്ള അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് പല മുഫസ്സിരീങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ലഖബുകള്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ഇബ്നതുഹ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടുള്ള ഏക കന്യകയാണ് ആര്? ആയിഷ റളിയല്ലാഹു അൻഹു അല്ലെ. ഈ ആയിഷ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. തസവ്വജത്തി റസൂൽ, റസൂൽ അവരെ എന്ത് ചെയ്തിട്ടുണ്ട്, വിവാഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് രണ്ട് ബന്ധമുണ്ട്. ഒന്ന് തന്റെ നബിയുടെ ആത്മാർത്ഥ സുഹൃത്താണ്, അതുപോലെ അവരുടെ മകളെയാണ് നബി എന്ത് ചെയ്തിട്ടുള്ളത്, വിവാഹം ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ അബൂബക്കർ അതിന്റെ ഒരു പ്രത്യേകതയാണ്, ഹുവ അവ്വലു മൻ അസ്ലമ മഅൻ നബി മിനർ റിജാൽ, ആദ്യമായിട്ട് പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് നബിയിൽ വിശ്വസിച്ചിട്ടുള്ള ആള് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഓക്കെ. ദെൻ സ്വഹിബൻ നബിയ ഫി ഹിജ്റതിഹി ഇലൽ മദീന, ഞാൻ പറഞ്ഞല്ലോ ഹിജ്റയിൽ നബി എന്താണ്, മദീനയിലേക്കുള്ള ഹിജ്റയിൽ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. വസലാ ജബലു സൗർ, അവരെവിടെത്തി, സൗർ പർവ്വതത്തിന്റെ മുകളിലെത്തി. വമകസ ഫീഹി സലാസ ലയാൽ, 3 രാത്രി അവരെവിടെ താമസിക്കുന്നുണ്ട്, ആ സൗർ പർവ്വതത്തിൽ, ആ ഗുഹയിൽ താമസിക്കുന്നുണ്ട്. തുമ്മ ഹാജറ ഇലൽ മദീന, പിന്നീടാണ് മദീനയിലേക്ക് പോകുന്നത്. ആ ഒരു ചരിത്ര സംഭവമൊക്കെ അറിയായിരിക്കും. ശത്രുക്കള് വന്ന് ഗുഹയുടെ അടുത്ത്
ഏറ്റവും എത്തിയിട്ടും പിന്നെ എന്താണ് ഗുഹയിലേക്ക് അവരെന്ത് ചെയ്ത് നോക്കിയിരുന്നില്ല. ഇവർ രണ്ടുപേരും ആ ഗുഹയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചരിത്രം നമുക്കറിയാം. ഓക്കെ. ദെൻ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യമാണ് ഷഹീദ മാ നബി കുല്ലൽ ഗസ്വാത്. നബിയുടെ കൂടെ എല്ലാ യുദ്ധങ്ങളിലും അബൂബക്കർ റളിയല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. ഫി ഗസ്വതി തബൂക്ക്, തബൂക്ക് യുദ്ധത്തില് കാന യഹ്മിലു ലിവാഉ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാകവാഹകനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു തബൂക്ക് യുദ്ധത്തില്. അതുപോലെ കാനൽ അമീർ അലൽ മുസ്ലിമീൻ ഫി ഗസ്വതി ബനി ഫസാറ, ബനു ഫസാറ യുദ്ധത്തിൽ അദ്ദേഹം മുസ്ലിങ്ങളുടെ നേതാവായിരുന്നു. ബൂയാലിൽ ഖിലാഫ ഫി യൗമി വഫാത്തി റസൂൽ, റസൂൽ മരണപ്പെട്ട ആ ദിവസമാണ് അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. ഇസ്തമറത്ത് ഖിലാഫത്തുഹു സനതൈൻ വ സലാസത അശ്ഹുർ, 2 വർഷവും 3 മാസക്കാലവുമാണ് അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലഘട്ടം വന്നിട്ടുള്ളത്. അൻഫഖ കുല്ലമാ യംലികു മിൻ മാൽ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ ധനവും അദ്ദേഹം എന്താണ്, ഇസ്ലാമിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഭയങ്കര ദാനധർമ്മം ചെയ്യുന്ന ഒരാളായിരുന്നു. ദെൻ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ള അഹമ്മുൽ ഹവാദിസ് ഫിയാദി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഭവങ്ങളാണ് ഉള്ളത്. ഒന്ന് എന്താണ്, ഹുറൂബ് റിദ്ദ. എന്താ ഹുറൂബ് റിദ്ദ എന്ന് പറഞ്ഞാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഇസ്ലാം വിശ്വസിച്ചിട്ട് ഇസ്ലാമിന്റെ കീഴിൽ നിന്നിരുന്ന കുറേ ഖബായിലുകള് അവർ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി. ആ പുറത്തുപോയവരോട് അവര് സക്കാത്ത് നൽകാൻ വിസമ്മതിച്ചു. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വിസമ്മതിച്ചിട്ട് അവർ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന ഒരവസ്ഥയുണ്ടായി. അത്തരത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് അവരോട് എന്താണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒക്കെ നേതൃത്വം നൽകിക്കൊണ്ടാണ് ഹുറൂബ് റിദ്ദ, അവരോട് യുദ്ധം ചെയ്യുന്നത് ഉണ്ടാകുന്നത്. രണ്ടാമത്തേതാണ് ഇത് മഅറക്കത്തുൽ യമാമ, യമാമ യുദ്ധം. ഹുറൂബ് റിദ്ദയുടെ ഫലമായിട്ട് അതിന്റെ കീഴിലുള്ള നടന്നിട്ടുള്ള ഒരു സംഭവമാണ് മഅറക്കത്തുൽ യമാമ എന്ന് പറയുന്നത്. ഈ ഒരു യുദ്ധം അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെയാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം മുസൈലിമ എന്നൊക്കെ പറയുന്ന ഒരു പ്രവാചകൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമുള്ള പ്രവാചകനാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്താണ്, നുബുവത്ത് വാദിച്ചുകൊണ്ടൊക്കെ വന്നിട്ട് ആ ഒരു സമയത്ത് എന്താണ് അവിടെ അവരുമായിട്ടൊക്കെ നടത്തുന്ന യുദ്ധമാണ് യമാമ എന്ന് പറയുന്നത്. ഈ രണ്ടും അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ദെൻ അടുത്ത ഖലീഫയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഹുവ സാനി ഖുലഫ റഷിദീൻ എന്നാണ് ഖലീഫമാരുടെ കൂട്ടത്തിൽ 2ാമത്തെ ആളാണ്. അബു ഹഫ്സ് ഉമറുൽ ഫാറൂഖ് ബിൻ അൽ ഖത്താബ് അൽ ഖർഷി, അദ്ദേഹം ഖുറൈശിക്കാരൻ തന്നെയാണ്. ഉലിദ ബഅദ മൗലിദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബി 13 സന, റസൂലിന്റെ ജനനത്തിന് 13 വർഷത്തിന് ശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാവുന്നത്. അദ്ദേഹം മക്കയിലാണ് ജനിക്കുന്നത്. വതൂഫിയ ഫിൽ മദീന, മദീനയിലാണ് മരണപ്പെടുന്നത്. ഹിജ്റ 23-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പൊ നബിയുടെ ജനനത്തിന്റെ എത്ര വർഷത്തിന് ശേഷമാണ് ഇവർ ജനിച്ചതെന്നും ഇവരെന്നാണ് മരണപ്പെട്ടതെന്നും ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC എന്താണ് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഇവയൊക്കെ. അതുകൊണ്ട് അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അതേ രീതിയിൽ തന്നെ പഠിച്ചു വെക്കണം. ദെൻ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് ഖുറൈശികളുടെ ഒരു യുവാക്കള്, അന്നത്തെ യുവാക്കളൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു സ്റ്റൈലിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതായത് ഭയങ്കരമായിട്ട് കുതിരനെ ഒക്കെ വെച്ചിട്ട് റേസ് ചെയ്യാനും അത് വെച്ചിട്ട് യുദ്ധം ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര എന്താണ് ഒരു വീരശൂര പരാക്രമിയായിരുന്നു. അന്നത്തെ യുവാക്കളൊക്കെ ആ രീതിയിലായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിലാണ് അദ്ദേഹവും ഉണ്ടായിരുന്നത്. ഇഷ്തഹറ ഫിന്നാസ്, അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ പ്രസിദ്ധനായിരുന്നു. ബി ബലാഅത്തിൽ ലിസാൻ, നന്നായിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തെ നല്ല ബലായിയായിട്ട് സംസാരിക്കാൻ പറ്റും. വസിബാത്തിൽ ജന, നല്ല സ്റ്റെബിലിറ്റിയോട് കൂടി എന്ത് കാര്യങ്ങളും പറയാൻ പറ്റും. വഖുവ്വതിഹി ഷദീദ, നല്ല പവർഫുൾ ആയിരുന്നു അദ്ദേഹം, നല്ല ശക്തിയുള്ള ആളായിരുന്നു. ഇതിലൊക്കെ അദ്ദേഹം ഫേമസ് ആയിരുന്നു. ഫജഅലത് ലഹു അൽ ഖുറൈഷ്, അതുകൊണ്ട് തന്നെ ഖുറൈശികൾ ഇദ്ദേഹത്തെ എന്താക്കിയിരുന്നു, അസ്സഫാറത്ത്, അദ്ദേഹം ഒരു സഫീറായി, അംബാസിഡറായി നിയോഗിച്ചിരുന്നു. ബൈനഹും വബൈന ഖബാഇൽ അറബ്, ഖുറൈശി ഗോത്രത്തിനും മറ്റ് അറബി ഗോത്രങ്ങൾക്കും ഇടയിലുള്ള ഒരു അംബാസിഡർ ആയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇവർ നിയോഗിച്ചിരുന്നു. ലമ്മ ജാ അൽ ഇസ്ലാം, ഇസ്ലാം വന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്, അറളഹു വനഹലഹു, അദ്ദേഹം ഇസ്ലാമിനെ എതിർക്കുകയുണ്ടായി, ശക്തമായിട്ട് എതിർക്കുകയുണ്ടായി.
ഈ ഒരു സമയത്ത് തന്നെയാണ് കാന റസൂൽ യദുഅല്ലാഹ, റസൂൽ എന്താ ചെയ്തത്? അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തിന്? അനഹു യഅ്സൽ ഇസ്ലാം ബിൽ ഉമർ ഔ ബി അബി ജഹൽ. അതായത് അന്നത്തെ കാലത്തെ ഏറ്റവും ശക്തിമാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ടാളുകളായിരുന്നു. ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹും, അതുപോലെ തന്നെ മറ്റൊന്ന് അബൂ ജഹൽ എന്ന് പറയുന്ന ആളും. അപ്പൊ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഉമറിനെ കൊണ്ടയോ അല്ലെങ്കിൽ അബൂ ജഹലിനെ കൊണ്ടയോ ഇസ്ലാമിന് ശക്തി തരണം എന്ന് റസൂല് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പൊ റസൂല് എന്താണ് ഉമറിനെ കൊണ്ടോ അബൂജഹലിനെ കൊണ്ടോ ഇസ്ലാമിന് ശക്തി തരണം എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണ്ടായിരുന്നു. ഫഖ്താറഹുല്ലാഹു ലിഹാദിഹി സഅദ. അപ്പൊ ഈ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് അള്ളാഹു സെലക്ട് ചെയ്തത് ഉമർ റളിയല്ലാഹു അൻഹുവിനാണ്. അതായത് ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ഇസ്ലാം സ്വീകരിക്കുന്ന ആ രംഗാണ് പറയുന്നത്. സഹീഫ, അവരുടെ സഹോദരി ഒരു പേപ്പർ കൊടുക്കാണ്. അതായത് ഖുറാൻ എഴുതിയിട്ടുള്ള ഒരു പേജ് അദ്ദേഹത്തിന് കൊടുത്തു. ഫിഹ ആയാത്തും മിൻ സൂറത്തി ത്വാഹ. ത്വാഹ സൂറത്തിൽ നിന്നുള്ള ഒരു ആയത്ത് അതിലുണ്ടായിരുന്നു. ഫലമ്മ ഖറഅഹ, അദ്ദേഹം അത് വായിച്ച സമയത്ത് തഅലമത് ഫീ സ്വദ്രിഹി, അദ്ദേഹത്തിന്റെ എന്താണ് ഹൃദയം വിശാലമായി, നെഞ്ചു വിശാലമായി. വഖാൽ, എന്നിട്ട് അദ്ദേഹം പറയാണ്, അമിൻ ഹാദ ഫറത് ഖുറൈഷ്, ഇതിൽ നിന്നാണോ ഖുറൈശികൾ പേടിച്ചോടുന്നത്? അതായത് ഈ വാക്കുകളിൽ കണ്ടിട്ടാണോ ഖുറൈശികൾ പേടിച്ചോടുന്നത്? സുമ്മ സഅല, എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഐന റസൂൽ, റസൂൽ എവിടെയാണ്? ഫഖീല ലഹു ഫീ ദാരിൽ അർഖം, ദാറുൽ അർഖമിലാണ് റസൂൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഫദഹബ ഹുനാക വതശഹദത്, അവിടെ പോയിട്ട് അദ്ദേഹം എന്താണ് ഇസ്ലാം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഇസ്ലാം ആ ഒരു ത്വഹ സൂറത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഓതിയപ്പോ തന്നെ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അത് സ്വാധീനം ചെലുത്തുകയും ആ ഖുർആൻ സ്വാധീനം ചെലുത്തിയതിന്റെ ഫലമായിട്ട് അദ്ദേഹം ഇസ്ലാം അംഗീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ദെൻ ഇദ്ദേഹം ഹിജ്റ പോയി. നേരത്തെ നമ്മൾ റസൂൽ എങ്ങനെയാണ് ഹിജ്റ പോയത്, അബൂബക്കർ റളിയല്ലാഹു എങ്ങനെയാണ് ഹിജ്റ പോയത് എന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹം ഹിജ്റ പോയി. അങ്ങനെ ഓരോ മുസ്ലിങ്ങളും മക്കയിൽ നിന്ന് മുശ്രിക്കുകളുടെ ഈ ഒരു ഉപദ്രവം സഹിക്കാതെ അവര് മദീനയിലേക്ക് ഹിജ്റ പോവാ. എല്ലാവരും എങ്ങനെയാണ് വളരെ രഹസ്യമായിട്ട് പത്തും പതുങ്ങിയായിട്ട് ഹിജ്റ പോകുന്നത്. അതേസമയം ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയാ ഹിജ്റ പോകുന്നത്? അഅലന ഹിജ്റതഹു ഇലൽ മദീന, അദ്ദേഹം ഞാൻ മദീനയിലേക്ക് ഹിജ്റ പോവാണെന്ന് അദ്ദേഹം എന്താണ് പരസ്യപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ധൈര്യത്തോടെ ഹിജ്റ പോവാണ്. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഹിജ്റ പോകുന്നതിന്റെ മുമ്പ് അത്തൽ കഅബ, കഅബന്റെ അടുത്തേക്ക് വന്നു. ഫത്വാഫ, എന്നിട്ട് കഅബ എന്ത് ചെയ്തു? ത്വവാഫ് ചെയ്തു. വസല്ല, എന്നിട്ട് അവിടുന്ന് നമസ്കരിച്ചു. സുമ്മ ഖാല ജഹ്റൻ, അദ്ദേഹം ഉറക്കെ പറയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിരവധി തവണ ചോദിച്ചിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ്, എന്തായാലും ശ്രദ്ധിച്ചിരിക്കുക. സുമ്മ ഖാല ജഹ്റൻ, അദ്ദേഹം ഉറക്കെ പറയാണ്, ഷാഹത്തുൽ വുജൂഹ്, ഞാൻ എന്താണ് ഒരുപാട് മുഖങ്ങൾ ഞാൻ കാണുന്നുണ്ട്. മൻ അറാദ അൻ തസ്ഖലഹു ഉമ്മഹു, ആരെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും തന്റെ മാതാവിനെ പിരിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, വയുതയ്യം വലദഹു, തന്റെ കുട്ടിയെ അനാഥനാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, വതുറമ്മിൽ സൗജതഹു, തന്റെ ഭാര്യയെ വിധവയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഫൽയൽതഖീനി വറാഅ ഹാദൽ വദി, ഈ താഴ്വരക്ക് പിറകിൽ വെച്ചിട്ട് അവൻ എന്നെ കണ്ടുമുട്ടണം, അതായത് എന്നോട് യുദ്ധം ചെയ്യാൻ വരണം എന്നാണ് അദ്ദേഹം വളരെ ധൈര്യത്തോടെ പ്രഖ്യാപിച്ചു. എന്നിട്ട് അദ്ദേഹം എന്താണ് ഹിജ്റ പോവുകയാണ്. ഫലം യത്തബിഅഹു അഹദ്, അദ്ദേഹത്തിന് എന്താണ് ആരും അദ്ദേഹത്തെ ഫോളോ ചെയ്യാന് പോയിട്ടില്ല. അദ്ദേഹം അത്രയും എന്താണ് ധൈര്യവാനായിരുന്നു. അദ്ദേഹത്തോട് യുദ്ധം ചെയ്യാനും എല്ലാവരും എന്താണ് ഭയപ്പെട്ടിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം.